സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രികയുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുകയാണ്. ട്രഷറർ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര പത്രിക സമർപ്പിച്ചത്. ഇത് പ്രകാരം സാർ പറയുന്നതനുസരിച്ചാണ് രണ്ട് ഫോമിൽ അതിപ്പോ വിശാഖിന് കൊടുത്തതും അങ്ങനെയാണ്. വിശാഖിന് രണ്ട് മെമ്പർഷിപ്പ് ഉണ്ട് ഇവിടെ. എനിക്കുണ്ട്. ഞാൻ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്ന ആളാണ്. 2016 വരെ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. സാർ ഇവിടെ രജിസ്റ്റേർഡ് ആണ്. ഇവിടെ സിനിമകളെല്ലാം ഇവിടെ രജിസ്റ്റേർഡ് ആണ്. ആദ്യത്തെ സിനിമ മുതൽ ഇവിടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായ കാലം മുതൽ ഇവിടെ ചെയ്തേക്കുന്ന എല്ലാവരുടെയും പടങ്ങൾ ഇവിടെ രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് ഇവിടെ രജിസ്റ്റേർഡ് അല്ലാന്ന് സാറിന് പറയാൻ പറ്റില്ല. സാർ അത് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് ആണ്. പറഞ്ഞ ആശയത്തിന് ഇതുണ്ട്. ആ പറഞ്ഞ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഇത് പരിശോധിച്ചിട്ട് സാറിന്റെ ഒരു ഡിസിഷൻ. എനിക്ക് ഫ്രൈഡേ ഫിലിം ഹൗസ് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് സാന്ദ്ര തോമസ് നോക്കിയതുമാണല്ലോ. സാറ് നോക്കേണ്ട കാര്യമില്ലാന്നുകൊണ്ട് സാറ് നോക്കി. അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ബൈലോ എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ പഠിച്ചു പറയാം. എനി റെഗുലർ മെമ്പർ എനി എന്ന വാക്കുകൾ വന്നാണ് പ്രശ്നം. സാർ ആസിഫ് മുഹമ്മദ് ഉണ്ട് അവിടെ നിന്ന്. ആസിഫ്, എന്താണ് ഇപ്പോഴത്തെ ഈ തർക്കത്തിലേക്ക് നയിച്ചിരിക്കുന്ന കാരണങ്ങൾ? മുമ്പ് തന്നെ സാന്ദ്രയുടെ ഈ പത്രിക തള്ളിയേക്കുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ പടർന്നിരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു തർക്കം വരുന്നത്. എന്താണ് സാഹചര്യം? രണ്ട് സ്ഥാനത്തേക്കാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഒന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും. പക്ഷേ ഈ സെൻസർ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഈ സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിക്കണമെങ്കിൽ സ്വന്തം പേരിലുള്ള 3 അപ്പൊ എന്റെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ എന്തിന്റെ പേരിലാണ് ഇത് റിജക്ട് ചെയ്യാൻ സാർ ഓൾറെഡി എന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ഇവിടെ രജിസ്റ്റേർഡ് ആണ്. In the case of a partnership term, any one of the partners whose name and signature is affixed to the application will be eligible. Sir, ഞാൻ ഒരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ. ഒരാളൊരു കട തുടങ്ങി, അപ്പുറത്ത് പോയി വേറൊരു കട തുടങ്ങി, ഈ കടയുടെ ഓണർ അയാൾ അല്ലാണ്ടാവും ഇല്ലല്ലോ. എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒഫീഷ്യൽ റെക്കോർഡ് അനുസരിച്ച് സാന്ദ്ര തോമസിന്റെ പേരിൽ ഒഫീഷ്യൽ റെക്കോർഡിൽ ഇവിടെ ഉണ്ടല്ലോ. അത് അവരോട് എടുത്തു തരാൻ പറ. അവരെടുത്തു തരാത്ത എന്താണ്? അത് അവരോട് എടുത്തു തരാൻ പറയൂ. ഒഫീഷ്യൽ റെക്കോർഡിൽ സാറിനെ കാണിച്ചാണ്. സാറിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നല്ലേ സാറിന്റെ കയ്യിൽ എന്റെ പേരിൽ സെൻസർ ചെയ്തിരിക്കുന്ന 3 സിനിമകളാണ്. ആയിരിക്കാം. എന്റെ വേറെ ആരും ഇതിനകത്തില്ല. സാന്ദ്ര തോമസിന്റെ പേരിൽ സാർ എന്നെ മുമ്പേ പറഞ്ഞു ക്ലോസ് നമ്പർ 41 പ്രകാരം കമ്പനിയെ റെപ്രസെന്റ് ചെയ്യേണ്ട മാനേജിംഗ് പാർട്ണറാണ്. ഞാൻ തന്നെയാണ് തർക്കമില്ല. നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് ഈ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിന് ശേഷം ആ സെൻസർ അതൊന്നും ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരാൾ അതാ ഞാൻ പറഞ്ഞു. ഒരാൾ 10 പടം ചെയ്തു. അയാൾ ഇവിടെ 4 പടം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ അയാൾ 10 പടം ചെയ്തില്ല എന്നല്ലോ. ആ 10 പടത്തിൽ ഏതെങ്കിലും 3 പടത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവർക്ക് മത്സരിക്കാം. ഒരാളൊരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കണം. എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുള്ളതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഞാൻ 3 പടം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എന്ത് കാര്യമാണെങ്കിലും നിഷ്പക്ഷമായിട്ട് സാറിനെ പോലെ ഒരാളെ ഇവിടെ നിൽക്കുന്നില്ല. നിഷ്പക്ഷമായിട്ടൊരു കാര്യം ചെയ്യാൻ നിഷ്പക്ഷതയില്ല. സാർ നിഷ്പക്ഷമായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. സാർ തെറ്റായിട്ടാണ് ഇപ്പൊ ഒരു തീരുമാനം എടുക്കാൻ. നിഷ്പക്ഷമായിട്ടാണെങ്കിൽ സാർ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നിഷ്പക്ഷത ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ് സാർ ഇവിടെ 25 വർഷമായിട്ടിരിക്കുന്നത് അല്ലേ. അതില്ല എന്നുള്ളതിന്റെ കാര്യം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടല്ലേ സാർ ഇവിടെ 25 വർഷമായിട്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇതിനേക്കാളും വലുതാണ് ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ്. എല്ലായിടത്തും ഇരിക്കുന്നത് ഇവിടെ തന്നെയല്ലേ. ഇവിടെ
എന്തുകൊണ്ട് സാർ അത് തള്ളുവാണെങ്കിൽ എന്തുകൊണ്ടാണ് തള്ളുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞില്ലല്ലോ കേൾക്കുകയും ചെയ്തല്ലോ. എന്താണ് ഒരു നിഷ്പക്ഷത ഇല്ലാതെ നിങ്ങൾ മത്സരിച്ച് ജയിച്ച് കാണിക്കണം, അല്ലാതെ ഇങ്ങനല്ല കാണിക്കില്ല. രാകേഷിന് പേടിയാണെങ്കിൽ ഇങ്ങനല്ല തീരുമാനിക്കണം, അത് മത്സരിച്ച് ജയിച്ച് കാണിക്കുക, അല്ലാതെ ഇങ്ങനത്തെ പൊരിക്കൽ കാണിക്കല്ലോ വേണ്ടത്. സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ, മനസ്സിലായില്ലേ? വല്ലവരുടെ മത്സരിച്ച് ജയിച്ച് കാണിക്കുക, അല്ലാതെ ഇതൊരു മാതിരി വൃത്തിയോടായി മത്സരിച്ചാൽ തോക്കും ഉറപ്പുള്ളവർ ഇതുപോലത്തെ വൃത്തിയോട് കാണിക്കും. അതീവ നാടകീയ രംഗങ്ങളാണ് നടക്കുന്നത്. ആസിഫിനോട് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാം. ആസിഫെ, എന്താണ് ഈ തർക്കത്തിലേക്ക് നയിക്കുന്നത്? അതായത് മത്സരത്തിന് വേണ്ടത് 3 സെൻസർ സർട്ടിഫിക്കറ്റുകളാണ്. സാന്ദ്രയുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ളത് 2 സെൻസർ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണോ ഈ പ്രശ്നത്തിലേക്ക് നയിച്ചേക്കുന്നത്? തീർച്ചയായും നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. കാരണം ഈ ഒരു മത്സരത്തിന് സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്കാണ്. അപ്പോൾ ഈ പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആളുകൾ 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നാണ്. തങ്ങളുടെ പേരുള്ള 3 സെൻസർ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്നാണ്. സാന്ദ്ര തോമസ് സമർപ്പിച്ച സെൻസർ സർട്ടിഫിക്കറ്റുകൾ 2 സാന്ദ്ര തോമസ് പ്രൊഡക്ഷന്റെ കീഴിലുള്ളതാണ്. പക്ഷേ മറ്റ് സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസ് ഹൗസ്, അതായത് സാന്ദ്രയുടെ പഴയ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ളതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് ഒരു വിഭാഗം എടുക്കുകയും അതിനെ തുടർന്നാണ് ഈ തർക്കം നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ തർക്കം ഇങ്ങനെ രൂക്ഷമായി ഇപ്പോഴും നിൽക്കുകയാണ്. അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രൈഡേ ഫിലിംസ് ഹൗസിന്റെ കീഴിലുള്ള സാന്ദ്രയുടെ സർട്ടിഫിക്കറ്റുകൾ വാലിഡ് അല്ല, അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് മറുവിഭാഗം, അല്ലെങ്കിൽ സാന്ദ്രയെ എതിർക്കുന്ന വിഭാഗം ഇപ്പോൾ നിലപാടിരിക്കുകയാണ്. പക്ഷേ സാന്ദ്ര പറയുന്നത് അവർ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ റിട്ടേണിംഗ് ഓഫീസർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസർ തന്നെ പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യമാണ് സാന്ദ്ര പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലെങ്കിൽ മത്സരരംഗത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ മറ്റോ മത്സരരംഗത്തുള്ള രാകേഷ് അടക്കമുള്ളവർ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് സാന്ദ്രയുടെ പത്രിക പരിഗണിച്ച വേളയിൽ ഇത് റിട്ടേണിംഗ് ഓഫീസർ തന്നെ അത് വേറെ ആരെയെങ്കിലും, സ്ഥാനാർത്ഥികളോ മറ്റാരെയെങ്കിലും ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കാതെ അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉന്നയിക്കാതെ തന്നെ റിട്ടേണിംഗ് ഓഫീസർ തന്നെ ഈ ഒരു വിഷയം മുമ്പോട്ട് വെക്കുന്നു. അങ്ങനെ ആ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് തുടക്കമിടുന്നു തുടങ്ങിയ കാര്യമാണ് സാന്ദ്ര പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ മുൻകൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എന്നുള്ളൊരു ആക്ഷേപമാണ് സാന്ദ്ര ഉന്നയിക്കുന്നത്. എന്തായാലും സാന്ദ്രയുടെ പത്രിക തള്ളാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അധിക നേരം നീണ്ടുനിന്ന തർക്കമാണ് ഈ സാന്ദ്രയുടെ പത്രികയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ആ തർക്കം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും അന്തിമ തീരുമാനം ഇപ്പോൾ തന്നെ റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള ഭാരവാഹികളെ സഹായിക്കാനുള്ള ഒരു നിലപാട് ഓഫീസർ എടുക്കുന്നത് എന്നുള്ള സാന്ദ്രയുടെ ആക്ഷേപത്തിന്റെ സമയത്ത് വലിയ രീതിയിലുള്ള ബഹളവും അല്ലെങ്കിൽ സാന്ദ്രയ്ക്ക് എതിരെ സംസാരിക്കുന്നതിലേക്ക് പി ജി സുരേഷ് കുമാർ അടക്കമുള്ളവർ രംഗത്തെത്തി. ഇവിടെ സംസാരിക്കേണ്ടത് സംസാരിക്കണം, അല്ലെങ്കിൽ അല്ലാതെ മറ്റ് കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്നൊരു കാര്യമാണ് സുരേഷ് കുമാർ അടക്കമുള്ളവർ സാന്ദ്രയോട് പറഞ്ഞത്. ഏതായാലും തർക്കം ഇപ്പോഴും തുടരുന്ന സ്ഥിതിയാണ് ഉള്ളത്. ശരി ആസിഫ്, എന്നാണെങ്കിലും നോക്കാം. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ലഭിക്കും. പത്രിക തള്ളുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും ആ തർക്കം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം.